2035 ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയം പ്രവർത്തനം ആരംഭിക്കുവാനുള്ള ലക്ഷ്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവിഷ്കരിച്ചിരിക്കുന്നത്. ബഹിരാകാശ നിലയത്തിനായുള്ള സാങ്കേതിക വിദ്യകൾ ISRO വികസിപ്പിക്കാൻ തുടങ്ങി. ലോ എർത്ത് ഓർബിറ്റിലാണ് നിലയം സ്ഥാപിക്കുക. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്ന് വിളിക്കുന്ന ഈ ബഹിരാകാശ നിലയത്തിൽ തുടക്കത്തിൽ 2 മുതൽ 4 പേർക്ക് വരെ കഴിയാനാകും. നിലയം യാഥാർത്ഥ്യമാകുന്നതോടെ ബഹിരാകാശത്ത് സ്വതന്ത്ര ബഹിരാകാശ നിലയം സ്ഥാപിക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. റഷ്യയും അമേരിക്കയും ചൈനയും മാത്രമാണ് ഇതുവരെ ഭ്രമണപഥത്തിൽ ബഹിരാകാശ നിലയങ്ങൾ അയച്ചത്. പ്രാഥമിക കണക്കുകൾ പ്രകാരം ബഹിരാകാശ നിലയത്തിന് ഏകദേശം 20 ടൺ ഭാരമുണ്ടാകും. ഇത് ദൃഢമായ ഘടനകളാൽ നിർമ്മിച്ചതായിരിക്കും. പക്ഷേ ഊതിവീർപ്പിക്കാവുന്ന മൊഡ്യൂളുകൾ ചേർക്കാം. അവസാന പതിപ്പ് ഏകദേശം 400 ടൺ വരെ പോകാം. പ്രധാന മൊഡ്യൂളിൽ ഇന്ത്യ നിർമ്മിത പരിസ്ഥിതി സംരക്ഷണ സംവിധാനവും നിയന്ത്രണ സംവിധാനവും ഉണ്ടായിരിക്കും. ഇത് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാനും കാർബൺ ഡൈ ഓക്സൈഡ് നീക്കം ചെയ്യാനും ആപേക്ഷിക ആർദ്രത ഒപ്റ്റിക്കൽ തലത്തിൽ നിലനിർത്താനും സഹായിക്കും. ഇന്ത്യൻ ബഹിരാകാശ നിലയത്തിന് 4 വ്യത്യസ്ത മൊഡ്യൂളുകളും കുറഞ്ഞത് 4 ജോഡി സോളാർ പാനലുകളും ഉണ്ടാകും. അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്നതിന് സ്ഥിരമായി ഡോക്ക് ചെയ്ത സുരക്ഷാ ക്രൂ മൊഡ്യൂൾ എസ്കേപ്പ് സംവിധാനവും ഇതിലുണ്ടാകും. നിലവിലെ രേഖാചിത്രങ്ങൾ അനുസരിച്ച് ആദ്യഘട്ടത്തിൽ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന 2 വലിയ സോളാർ പാനലുകൾ ഉണ്ടാകും. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.